Importance of exercise during pregnancy. Hi, I am Dr. Vandana. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഡാൻസ്, ട്രാവൽ, എക്സസൈസ് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇത് ശരിയാണോ? മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാന്നാണെങ്കിൽ, ഡോക്ടറുടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാന്നാണെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അമ്മയ്ക്കും കുട്ടിക്കും. ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ വെയിറ്റ് ഒരു ഹെൽത്തി റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്ലീപ്പ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ടും പിന്നെ ബാക്ക് പെയിൻ, മസിൽ ക്രാംസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ബോഡിയെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. വാക്കിംഗ്, പ്രീനേറ്റൽ യോഗ, സ്ട്രെച്ചിങ്, പിന്നെ പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, സ്വിമ്മിംഗ് പോലുള്ള എക്സസൈസുകളൊക്കെ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ഹെവി ലിഫ്റ്റിംഗ്, പിന്നെ നമ്മുടെ ബാലൻസ് തെറ്റാൻ ചാൻസ് ഉള്ള എക്സസൈസുകൾ, പിന്നെ കൂടുതൽ നേരം ബ്രെത്ത് പിടിച്ചു വെക്കേണ്ട എക്സസൈസുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും തലചുറ്റൽ പോലെയോ അല്ലെങ്കിൽ ചെസ്റ്റ് പെയിനോ, സിവിയർ അബ്ഡോമിനൽ പെയിൻ, ബ്ലീഡിങ് അല്ലെങ്കിൽ ബേബിയുടെ മൂവ്മെന്റ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിസീസ് അല്ല. സോ നമ്മൾ പ്രോപ്പർ ഗൈഡൻസോടെ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് ഹെൽത്തി പ്രഗ്നൻസിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്.